നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത്. നൈൻ ഓഫ് വാൺസ്, ഫുൾ കാർഡ് ഉണ്ട്. സിക്സ് ഓഫ് പെന്റക്കിൾസ്, ക്വീൻ ഓഫ് സോർഡ്സ്, എംപറർ, സെവൻ ഓഫ് വാൺസ്. വാൺസിന്റെ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ അഗ്രസീവായിട്ടിരിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് ആവേശപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് കാര്യവും വളരെ കൃത്യതയോടും വേഗത്തിലും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ മനസ്സ് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ചില ആളുകൾ ചിലപ്പോൾ ഒരു വാഹനം വാങ്ങാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വാങ്ങുന്നതുമായിട്ടും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അഗ്രസീവായിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് കാണുന്നത്. സെവൻ ഓഫ് വാൺസ് ആണ്. ഇന്ന് കുറേ പോരാട്ടങ്ങൾക്ക് ശേഷമുള്ള ഒരു വിജയത്തെയാണ് കണ്ടെത്തുന്നത്. ഇമോഷണലി വളരെ സ്റ്റേബിളായിട്ടാണ് കാണുന്നത്. ഇന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പൊരുതുന്നതായിട്ട് കാണുന്നത്. മറ്റുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ലക്ഷ്യം മാത്രമാണ് ഇന്നത്തെ യാത്രയിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത്. നൈൻ ഓഫ് വാൺസ് ആണ്. ദൃഢനിശ്ചയത്തോടു കൂടിയും ഇച്ഛാശക്തിയോടും കൂടി കാര്യങ്ങളെ നേരിടുന്നതായിട്ട് കാണുന്നത്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട്, എന്തോ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. കുറേ നാളുകളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ചില ആളുകൾ അത് മക്കളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ ഈ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പാരൻസും കാണാം. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് നമുക്ക് 2 ദിവസമായിട്ട് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അതായത് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ഏതോ ഒരു കാര്യം നേടുവാനായി അതിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പരിവർത്തനത്തിൻ്റെ പാതയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ യാത്ര വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു യാത്രയാണ്. ചിലപ്പോൾ അതൊരു സാഹസികത നിറഞ്ഞത് ആയിരിക്കാം. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നിങ്ങളെ സംരക്ഷിക്കാൻ യൂണിവേഴ്സ് കൂടെയുണ്ട്.
അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. മണിയുടെ കാര്യത്തിൽ ഇന്ന് വളരെ സംതൃപ്തിയുള്ളൊരു ദിവസമായിരിക്കും. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. അതായത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും നമ്മൾ ഇന്നത്തെ ദിവസം തയ്യാറാവുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെയും അത് വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. നിങ്ങളുടെ ബ്ലോക്കേജൊക്കെ മാറിക്കിട്ടാനായിട്ടും അത് വളരെയധികം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടാനൊക്കെയുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്തു തീർക്കുവാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. എല്ലാ പ്രവൃത്തിയും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഒരു അധികാരിയുടെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എംപറർ ചക്രവർത്തിയുടെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. രാജാവിൻ്റെ രാജ്ഞിയല്ല, അതിനു വേണ്ടി ചക്രവർത്തിയുടെ ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുള്ളത്. അപ്പോൾ ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്, ചിങ്ങം 1-ആണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ചക്രവർത്തിയുടെ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.